എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ഇലക്ഷനും തിരക്കും എല്ലാം കഴിഞ്ഞു. ബുദ്ധിമാന്മാരായ രാഷ്ട്രീയക്കാർ അവരവരുടെ കാര്യം നോക്കാനും മണ്ടന്മാരായ കുറച്ച് ആളുകൾ ജനത്തിൻ്റെ കാര്യം നോക്കാനും ഒക്കെ നീങ്ങുമ്പോൾ അങ്ങനെ അവരെല്ലാം അവരുടെ വഴിക്ക് പോയി. പൊതുജനം വീണ്ടും കഷ്ടപ്പാടും കണ്ണുനീരും പ്രയാസമായിട്ട് അവരുടെ ജീവിതത്തിലേക്കും പോയി എന്ന ഒരു യാഥാർത്ഥ്യത്തിന് മുമ്പിൽ നമുക്കിട്ട് ഈ മധ്യ കേരളത്തിലുള്ള ആളുകൾക്കിട്ടെല്ലാം കിട്ടിയ വലിയൊരു ചതിയുടെ സംഭവം കൂടെ പറയാം. കൊറോണ കാലത്ത് ഏതാണ്ട് 2018 അവസാന കാലഘട്ടത്തിലാണല്ലോ കൊറോണയുടെ വിഷയങ്ങൾ മൂത്ത് വന്നത്. ആ കാലഘട്ടത്തിൽ കേന്ദ്ര ഗവൺമെൻറ് അങ്കമാലിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു ഹൈവേ, അതിൻ്റെ പേര് ഗ്രീൻഫീൽഡ് ഹൈവേ എന്നായിരുന്നു. അങ്ങനെ ഒരു ഹൈവേ പ്രഖ്യാപിച്ചു. ആ ഹൈവേ അന്ന് തന്നെ ചെറിയ തട്ടാമുട്ടി ന്യായങ്ങളെല്ലാം പറഞ്ഞ് അത് ആദ്യമേ തന്നെ അത് ക്യാൻസൽ ചെയ്യിച്ചു. രണ്ടാമത് ഈ കൊറോണ മൂത്ത് നിൽക്കുന്ന ആ സമയം കഴിഞ്ഞ് ആ ഒരു 21-22 കാലഘട്ടങ്ങളിൽ പലപ്പോഴും ഈ മധ്യ കേരളത്തിൻ്റെ മുകളിൽ കൂടെ ഹെലികോപ്റ്റർ ഇങ്ങനെ താന്ന് പലവട്ടം പറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമോ? അത് ഈ റൂട്ടെന്ന് പറയുന്നത് അങ്കമാലിയിൽ നിന്ന് കോതമംഗലം, മൂവാറ്റുപുഴയ്ക്കും തൊടുപുഴയ്ക്കും മധ്യത്തിൽ കൂടെ ഇത് പ്രവിത്താനം, ഭരണങ്ങാനം, തിടനാട്, കാഞ്ഞിരപ്പള്ളി, അങ്ങനെ വന്ന് എരുമേലി, പത്തനംതിട്ട, ഇതിങ്ങനെ പോയി അവസാനം അഞ്ചൽ ആ ഭാഗത്ത് പോയി മെയിൻ ഹൈവേ കയറി തിരുവനന്തപുരം പുളിമാത്തെന്ന് പറയുന്ന സ്ഥലത്തേക്ക് ചെന്ന് കയറത്തക്ക രീതിയിലുള്ള ഒരു ഹൈവേ ആയിരുന്നു. 257 കിലോമീറ്റർ ആയിരുന്നു ഇതിൻ്റെ നീളം, 45 മീറ്റർ വീതിയായിരുന്നു. ഇത് 6 ലൈൻ പാതയായിരുന്നു. 3 ലൈൻ തിരുവനന്തപുരത്ത് നിന്ന് അങ്കമാലിയിലേക്കും 3 ലൈൻ അങ്കമാലിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കും ഉണ്ടായിരുന്ന ഒരു പാത. ഈ പാത വരികയായിരുന്നെങ്കിൽ ക്രിസ്ത്യൻ തീർത്ഥാടന കേന്ദ്രങ്ങളായ മലയാറ്റൂർ, ഭരണങ്ങാനം, കാഞ്ഞിരപ്പള്ളി, അക്കരപ്പള്ളി ഇതുമായെല്ലാം ഒരു ലിങ്ക് വരുമായിരുന്നു. പിന്നെ ശബരിമലയ്ക്കും ഒക്കെ വളരെ പെട്ടെന്ന് പോയി വരായിരുന്നു. ഇപ്പോൾ ശരിക്കും നമ്മൾ ഇതിൻ്റെ മധ്യഭാഗത്ത് നിന്ന് നോക്കിയാൽ ഈ എരുമേലിയിൽ നിന്ന് അങ്ങോട്ട് കണക്ക് കൂട്ടുകയാണെങ്കിൽ തിരുവനന്തപുരത്തിന് പോകാൻ ഒരു മണിക്കൂർ 1.5 മണിക്കൂർ ലാഭം കിട്ടിയേനേയും, തിരിച്ചിങ്ങോട്ട് അങ്കമാലി സൈഡിലോട്ട് പോകാനാണെങ്കിൽ ഒരു 1.5 മണിക്കൂറോളം ലാഭം കിട്ടിയേനേയും, ബാംഗ്ലൂരൊക്കെ പോവുകയാണെങ്കിൽ മിനിമം ഒരു 3 മണിക്കൂറിൻ്റെ ലാഭം കിട്ടിയേനേയും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമല്ല ഇത്രയും ലാഭം വരുമ്പോൾ ഈ റോഡിൻ്റെ ബ്ലോക്കുകൾ കുറയും, ഇന്ധന ലാഭം ഉണ്ടാകും, വാഹനങ്ങളുടെ തേയ്മാനക്കുറവുണ്ടാകും. അങ്ങനെയെല്ലാം ഉണ്ടാകുന്ന ഒരു ഹൈവേ കേന്ദ്ര ഗവൺമെൻറ് ഇത് അനുവദിച്ചു. 247 കിലോമീറ്റർ അല്ല 257 കിലോമീറ്റർ നീളം, ഇതിന് 15,000 കോടി രൂപ ഫണ്ടും എല്ലാം അനുവദിച്ച് ഇതെല്ലാം റെഡിയായി വന്നപ്പോൾ നമ്മുടെ ഇവിടുത്തെ എം പിമാർ, അന്ന് 90% എം പിമാരും ഈ മിക്കവാറും എം പിമാർ 19 പേര് അല്ലെ 20 പേരും 20 പേര് 19 പേരൊക്കെ കോൺഗ്രസ് ആണല്ലോ. ഇവരെല്ലാം കൂടി ആലോചിച്ചിട്ട് അതിൽ ഈ കൊടിക്കുന്ന് സുരേഷ് എന്ന് പറയുന്ന എം പിയുടെ നേതൃത്വത്തിൽ 2023 മാർച്ച് 15-ാം തീയതി ഇവർ എന്ന് എഴുതി കൊടുത്തു, ഈ ഹൈവേ വേണ്ട. ഈ ഹൈവേ വേണ്ടെന്ന് അതിന് ഇവർക്ക് പറഞ്ഞ ന്യായം എന്നാന്ന് ചോദിച്ചാൽ MC റോഡിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടു പോകും. സത്യത്തിൽ MC റോഡിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടു പോകുന്നൊന്നും അല്ല ഇവരുടെ വിഷയം. ഈ രാഷ്ട്രീയക്കാരുടെയും അവരുടെ ബിനാമികളുടെയും ബാർ ഹോട്ടലുകളും മറ്റ് വ്യാപാര സ്ഥാപനങ്ങളും എല്ലാം ഇരിക്കുന്നത് ഈ MC റോഡിൻ്റെ സൈഡിലാണ്. ഈ MC റോഡിൻ്റെ സൈഡുകളിൽ ഇരിക്കുന്ന അവരുടെ വ്യാപാര സ്ഥാപനങ്ങൾ, അവരുടെ വാണിജ്യ സ്ഥാപനങ്ങൾ, അവരുടെ ബാറുകൾ, ഹോട്ടലുകൾ, ഇതിനകത്തൊക്കെ കച്ചവടം കുറയുമെന്നുള്ള ഒരു ഗൂഢതന്ത്രം, ഒരു കുടിലതന്ത്രം മൂലമാണ് ഇവർ ഈ ഹൈവേ വേണ്ടെന്ന് എഴുതി കൊടുത്തത്. ഈ ഹൈവേ ഉണ്ടായിരുന്നത് സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അങ്കമാലിയിൽ നിന്ന് ഈ തിരുവനന്തപുരത്തേക്ക് വരുന്ന ഈ ഗ്രീൻഫീൽഡ് ഹൈവേ ഏതാണ്ട് ഈ ശബരി റെയിലിൻ്റെ പാരലായിട്ട് തന്നെ വരുന്ന ഒരു ഹൈവേ ആയിരുന്നു. ഇത് വരികയാണെങ്കിൽ ധാരാളം IT പാർക്കുകൾ ഇതിൻ്റെ പാർശ്വവശങ്ങളിലേക്കും പിന്നീട് അതിന് ബാക്കിലേക്ക് പാർപ്പിട സമുച്ചയങ്ങളും എല്ലാം വന്നേനെ. പിന്നത്തെ ഒരു കാര്യം, നമ്മുടെ ഈ മധ്യ കേരളത്തിൽ ഈ ആളുകൾ താമസമില്ലാതെ കിടക്കുന്ന മുഴുവൻ വീടുകളിലും താമസ സൗകര്യങ്ങൾ ഉണ്ടായേനേയും, വാടകയ്ക്ക് കൊടുക്കാൻ പറ്റിയേനേയും, വിൽക്കാൻ പറ്റിയേനേയും, ഭൂമിക്ക് വിലയുണ്ടായേനേയും, വിദേശ രാജ്യങ്ങളിലേക്ക് പോയിരിക്കുന്ന നമ്മുടെ കുട്ടികൾക്ക്, നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടികൾക്ക് ഇവിടെ ഈ ധാരാളം ജോലികൾ കിട്ടിയേനേയും, ഇനി ഇതുമായി ബന്ധപ്പെട്ട IT ക്യാമ്പസുകളും അല്ലെങ്കിൽ IT പാർക്കുകളും, അതിന് ബാക്കി ഹോസ്പിറ്റലുകൾ, ബാക്കി ബിസിനസ്സുകൾ, ഇതിൻ്റെ അനുബന്ധ സ്ഥാപനങ്ങളെല്ലാമായിട്ട് ധാരാളം ജോലി ലഭിക്കുന്ന ഒരു ബിസിനസ്. ഇതിനെ വളരെ നിസ്സാരമായിട്ട് പ്രത്യേകിച്ച് ഈ മധ്യ കേരളത്തിലെ എം പിമാർ ആൻ്റോ ആൻ്റണിക്കറിയാം, ജോസ് കെ മാണിക്കറിയാം, പിന്നെ ഫ്രാൻസിസ് ജോർജിനറിയാം, കൊടിക്കുന്ന് സുരേഷ്, ഇങ്ങനെയുള്ളവരെല്ലാമാണ് ഈ മധ്യ കേരളത്തിലെ ഒരു എം പിമാർ.
ഇവരെന്തുകൊണ്ട് ഇത് കേരളത്തിലെ എല്ലാ എം പിമാർക്കും അറിയാം, ഇവരെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഇത് ഒഴിവാക്കി കളഞ്ഞത്. സത്യത്തിൽ എന്താണ് ഇവരുദ്ദേശിക്കുന്നത്? ഞാനത് പലപ്പോഴും ചിന്തിച്ചു. ഇവരെന്തുകൊണ്ടാണ് ഇത് വേണ്ടെന്ന് വെച്ചത്? ഇത് വേണ്ടെന്ന് വെച്ചതിൻ്റെ പ്രത്യക്ഷമായ ഒരൊറ്റ കാരണം നമുക്ക് മനസ്സിലാകുന്നത് ഇവരുടെ ബിസിനസ്സുകളെല്ലാം MC റോഡിലിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ അതിനപ്പുറത്ത് നമ്മൾ ചിന്തിക്കുമ്പം ഈ റോഡിൻ്റെ പ്രത്യേകത എന്താണ്, പ്രാധാന്യം എന്താണെന്ന് ഇവന്മാർക്ക് മനസ്സിലായിട്ടില്ലെന്നുള്ളതാണ് സത്യം. ഇവർക്കിത് മനസ്സിലാകാത്തത് കൊണ്ട് ഇവരിതിനെ അന്ധമായിട്ടങ്ങ് എതിർത്തു. ഈ മധ്യ കേരളത്തിനകത്ത് ഒരു പ്രശ്നം കൂടെയുണ്ട്. മധ്യ കേരളത്തിൽ കൂടുതലെന്ന് പറയുന്നത് ക്രിസ്ത്യൻസാണ്. ഈ ക്രിസ്ത്യൻസ് എന്ന് പറയുന്നത് ഒരു പരിധി വരെ UDFൻ്റെ വോട്ട് വാങ്ങിക്കാം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അവർക്കിട്ട് തന്നെ അറിഞ്ഞുകൊണ്ട് പണി കൊടുക്കുക എന്നുള്ളതായിരുന്നു ഇതിനകത്തുണ്ടായിരുന്ന ഒരു പരോക്ഷമായ കാര്യം. കാരണം ഇവരൊക്കെ രക്ഷപ്പെട്ടു പോയി, ഇവർക്ക് സാഹചര്യങ്ങളെല്ലാം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഇവർ ഈ ഒരു ഭാഗത്ത് നിൽക്കുമോ? അല്ല. പിന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, 15,000 കോടി രൂപ കേന്ദ്രം അനുവദിച്ചു. കേരളത്തിൽ നിന്ന് ഒരു MP പോലും കേന്ദ്രത്തിലോട്ടില്ല ആ കാലഘട്ടത്തിൽ. ഇപ്പോഴാണ് ആകെ ഒരാളേ ഉള്ളൂ. എന്നിട്ട് ഒരു MP പോലും ഇല്ലാഞ്ഞിട്ട് പോലും കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനത്തേക്ക് 15,000 കോടി രൂപയുടെ റോഡ് അനുവദിച്ചു തന്നു, 6 ലൈൻ പാത. ഇത് എന്തുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റോ അല്ലെ സംസ്ഥാന രാഷ്ട്രീയ നേതൃത്വമോ അംഗീകരിക്കുന്നില്ല അല്ലെ അനുവദിപ്പിക്കുന്നില്ല എന്നുള്ളൊരു വലിയ ചോദ്യമാണ്. ഇപ്പം ശബരി റെയിൽപാത തന്നെയും വന്നാൽ അതിൻ്റെ മൈലേജ് കിട്ടാൻ പോകുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിനാണ്, അല്ലെങ്കിൽ BJPക്കാണ്. ഇങ്ങനെയൊരു പാത വന്നാലും അതിൻ്റെ മൈലേജ് കിട്ടാൻ പോകുന്നത്, രാഷ്ട്രീയ മൈലേജ് കിട്ടാൻ പോകുന്നത് BJPക്കാണ്, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിനാണ്. അങ്ങനെ കേന്ദ്ര ഗവൺമെൻറ്റിന് മൈലേജ് കിട്ടുന്ന ഒരു കോപ്പടപാടും കേരളത്തിൽ വേണ്ട. ഇതാണ് നിലവിലെ കോൺഗ്രസിൻ്റെ ഒരു ചിന്താഗതി. ഇപ്പം നമ്മൾ ഈ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇപ്പോൾ ഭയങ്കരമായിട്ട് UDFന് മുൻതൂക്കം ഉണ്ടെന്നൊക്കെ നമ്മൾ അങ്ങ് തള്ളാൻ തുടങ്ങി. 2 ദിവസം കഴിയുമ്പോൾ നോക്കിയോ അടി തുടങ്ങും. ആരാണ് മുഖ്യമന്ത്രി, ആരാണ് ആഭ്യന്തരമന്ത്രി, ആരാണ് ബാക്കിയുള്ള 5-6 പേര്. ഇപ്പോൾ KC വേണുഗോപാൽ ഇങ്ങോട്ട് വരും, ഞാനിവിടെ കൂടി തകർക്കാമെന്നും പറഞ്ഞു. അടിയുടെ പെരുന്നാൾ ഇപ്പോൾ കാണും. എന്തുകൊണ്ടാണ് ജനം UDFന് വോട്ട് ചെയ്തത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് സ്വാഭാവികമായി UDFൻ്റെ മെച്ചം കൊണ്ടൊന്നുമല്ല. LDFനെ മനുഷ്യൻ അതുപോലെ വെറുത്തിട്ട് ചെയ്തതാണ്. അതുപോലെ വെറുത്ത് നിന്നപ്പം വോട്ട് ചെയ്യാൻ ഒരാൾ വേണ്ട. എല്ലാ സ്ഥലത്തും ഒന്നും BJP ശക്തമായിട്ടില്ല. അതുകൊണ്ട് UDF ഉള്ളിടത്ത് തന്നാൽ UDFന് ഇരിക്കട്ടെ, ഈ മുതുപിശാചുക്കളെ ഒന്ന് ഇറക്കി വിട്ടാൽ മതി എന്നുള്ളൊരു കണക്കൂട്ടിൽ ജനം അറിഞ്ഞങ്ങ് താങ്ങിയതാണ്. ആ താങ്ങൽ ഞങ്ങളുടെ കഴിവാന്ന് UDFകാർ വ്യാഖ്യാനിക്കാൻ പോയാൽ ഒരൊറ്റ കാര്യം മനസ്സിലാക്കിക്കോ, 2 ദിവസത്തിനുള്ളിൽ അടി തുടങ്ങും. ആര് മുഖ്യമന്ത്രിയാകുമെന്നുള്ള വിഷയം ഇനിയിപ്പം അടി അങ്ങോട്ട് തുടങ്ങും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എല്ലാം നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഓർത്തോണം, ഈ മധ്യ കേരളത്തിലേക്ക് ഒരു വലിയ വികസനം വന്നത് ഈ റോഡുമായി ബന്ധപ്പെട്ട, നമുക്കറിയാമല്ലോ, ഒരു പ്രധാന ഹൈവേ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പല നഗരങ്ങളിലും നിർമ്മാണങ്ങളൊന്നും നടക്കാത്ത പോലെ ഞെരുങ്ങി നിൽക്കുക, പഴയ കെട്ടിടങ്ങളും ഒക്കെ ആയിട്ട്. ഹൈവേകളൊക്കെ വന്ന പല സ്ഥലങ്ങളും, ഉദാഹരണം പറഞ്ഞാൽ പത്തനംതിട്ട ടൗണിൽ മുഴുവൻ ഈ ഹൈവേകൾ, ബൈ റോഡുകൾ ഇങ്ങനെ പണിതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കയറി ഒത്തിരി നിർമ്മാണ സാധ്യതകളുണ്ട്. അതുപോലെ തൊടുപുഴ. എന്നാൽ പാലമൊക്കെ ശ്വാസം മുട്ടി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. പാലായിലൊക്കെ ചെയ്തെന്ന് പറഞ്ഞൊരു വളഞ്ഞ ഹൈവേയും, പിന്നെ അവസാനം വന്നു കഴിയുമ്പോൾ മരിയൻ സെൻ്ററിൻ്റെ വാതക്കിലോട്ട് വന്നു കഴിയുമ്പോൾ കടന്നു പോകാൻ മേലാത്തൊരു അഡ്ജസ്റ്റ്മെൻറ്റും, പിന്നെ ലണ്ടൻ ബ്രിഡ്ജ് പോലെ മനുഷ്യന് വേണ്ടാത്ത കുറച്ച് സംവിധാനങ്ങളും, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുള്ളപ്പോൾ വിശാലമായ ചില പദ്ധതികൾ, ഇത് നമ്മുടെ ഈ മധ്യ കേരളത്തിലെ MPമാർക്കെല്ലാം ഇതിനകത്ത് പങ്കുള്ളതാണ്, ഇത് വേണ്ടെന്ന് വെപ്പിച്ചതിൽ. അപ്പോൾ ഇവരുടെ ഒന്നും ഉദ്ദേശം യഥാർത്ഥത്തിൽ നാട് നന്നാകുക എന്നുള്ളതല്ല, ഇവർ നന്നാകുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മളൊന്ന് കണക്ക് കൂട്ടണം, ഇതെന്തുകൊണ്ട് ഇവരിത് വേണ്ടെന്ന് വെച്ചു. ഏതാണെങ്കിലും മുന്നോട്ട് വരുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഗ്രീൻഫീൽഡ് ഹൈവേ എന്നായിരുന്നു ഇതിൻ്റെ പേര്. ഇനി ഇത് വരാനുള്ള ഒരു സാധ്യത കാണുന്നില്ലെന്നാണ് ഈ മേഖലയിലെ വിദഗ്ധന്മാർ പറയുന്നത്. അപ്പം വരുന്ന നല്ല പദ്ധതികൾ പോലും കൈ ഒഴിപ്പിച്ചുകൊണ്ട്, അത് വേണ്ടെന്ന് വെച്ചുകൊണ്ട്, എഴുതി കൊടുത്തുകൊണ്ട് പിന്നെ ഈ നാടെങ്ങനെ നന്നാക്കും? ഇനി ഇതിനകത്തൊരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഇടുക്കി ജില്ലയിലുള്ളവരും കോട്ടയം ജില്ലയിലുള്ളവരും പത്തനംതിട്ടയിലുള്ളവരും ഒക്കെ ഒരു ഹൈവേ കാണണമെന്നുണ്ടെങ്കിൽ എറണാകുളം ജില്ലയിലോ ആലപ്പുഴ ജില്ലയിലോ തൃശ്ശൂർ ജില്ലയിലോ കയറി ചെല്ലണം. അപ്പോൾ അവരുടെ വാതൊക്കെ കൂടെ വരുമായിരുന്ന ഒരു വലിയ പ്രസ്ഥാനവും കൂടെ വേണ്ടെന്ന് വെച്ചിട്ട് ഇത് നന്നാക്കും, അതിനുവേണ്ടി ഞങ്ങൾക്ക് വോട്ട് ചെയ്യൂ എന്നൊക്കെ പറയുന്നതിൻ്റെ പുറകിലുള്ള കാപട്യം നമ്മൾ തിരിച്ചറിയണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.